ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റെയിൻകോട്ടൊക്കെ ഇട്ട് സുന്ദരിയായിട്ടിരിക്കുന്നത് എൻ്റെ രണ്ടാമത്തെ കുണുവാവ സിയ മോള് റെയിൻകോട്ടൊക്കെ ഇട്ട് എങ്ങോട്ടാന്നല്ലേ? വാ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ സ്ഥലം. അല്ലുവാതുക്കല്ലേ അധികമാർക്കും അറിയാത്ത ഒരു ഹിഡൻ സ്പോട്ട്. ചേട്ടനും അനിയത്തിയും വെള്ളം കണ്ടപാടെ അച്ഛൻ്റെ കൈ പിടിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങി. ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും സീസണിൽ ഇവിടെ വന്നതിൻ്റെ ഫീല് വേറെ ഒന്നും. എന്തായാലും ചുറ്റി നടന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സ്ലോ മോഷൻ ഇവിടെ കിടക്കട്ടെ. വീഡിയോസും ഫോട്ടോസും എടുക്കാൻ അത്ര പെർഫെക്റ്റ് ആയിട്ട് അറിയില്ലെങ്കിലും ഓപ്പോ ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ പിടിച്ചിരിക്കുന്നത്. എന്തായാലും അധിക സമയം കളയണ്ട, ഞങ്ങൾക്ക് എല്ലായിടത്തും കൂടി ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ട് വരാം. സീസൺ ആയതുകൊണ്ട് തന്നെ വഴുക്കലുണ്ടായിരുന്നു. സിയമോളുടെ നോട്ടം കണ്ട് ഞാനോ എന്ന ഭാവത്തിൽ എന്തായാലും അവരെയും കൊണ്ടുപോയി. എന്നാ പിന്നെ എൻ്റെ പണി ഞാനും തീർത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും വീഡിയോസും ഫോട്ടോസും എടുക്കുവാൻ തുടങ്ങി. അതൊക്കെ ഒരു ആയിരവല്ലി ക്ഷേത്രമുണ്ട്, അതിൻ്റെ പിറകിലായിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. സത്യം പറഞ്ഞാൽ മഴ പെയ്ത് ഒരുപാട് വെള്ളം ഇങ്ങനെ കല്ലിക്കൂടെ ഒലിച്ചു വരുന്നതാണ് അതിൻ്റെ പ്രത്യേക ഒരു ഭംഗിയാണ്. കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല വഴുക്കലുണ്ട്. വീട്ടിൽ നിന്ന് പല കാര്യങ്ങൾ പറഞ്ഞാണ് കൊണ്ടുവരുന്നതെങ്കിലും ഇവിടെ വരുമ്പോൾ ചേട്ടൻ്റെ മൈൻഡ് മാറും. മക്കളെ അവരുടെ ഇഷ്ടത്തിന് തന്നെ കളിക്കാൻ വിടും. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ തണൽ തരാൻ വേണ്ടി ഇതിനോട് ചേർന്ന് തന്നെ ഒരു പേരാലുണ്ട്. 2 പേർക്കും വെള്ളം എന്ന് പറഞ്ഞാൽ ജീവനാണ്. വെള്ളത്തിൽ കളിക്കാൻ കിട്ടുന്ന ചാൻസുകളൊന്നും അവർ മിസ് ചെയ്യാറില്ല. എല്ലാ പാരൻസിനെയും പോലെ കുഞ്ഞുങ്ങളെ കളിക്കുന്നതിന് തടയാറില്ല. അവർക്കിഷ്ടമുള്ള കളികൾ അവർ കളിക്കട്ടെ. അവസാനം നിന്നുള്ള കളികൾ അവസാനിപ്പിച്ചു അവർ ഇരുത്ത് തുടങ്ങി. വീട്ടിൽ കിരിയുമ്പോഴെങ്കിലും പുറത്തിറങ്ങിയ 2 പേരും നല്ല സ്നേഹമാണ്. എന്തായാലും കളിക്കട്ടെ അവർ 2 പേരോടെ. സിയമോൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. സിയമോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് മാതാപിതാക്കൾക്ക് ഒരു ചെറിയ സന്തോഷമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇതും. ഇനി എന്തൊക്കെ കാണാവോ. പിന്നെ കുട്ടുവിന് നീന്തുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ കിടന്നും വരുന്നു എന്തൊക്കെയോ നീന്തുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ഇവർ 2 പേരും വെള്ളത്തിലിറങ്ങിയ ഉത്സാഹം തിരിച്ചു കയറാൻ കാണിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ അവസാനം ഒരു പിണക്കത്തിലാണ് അവസാനിക്കുന്നത്. ഇവിടെ എല്ലായിടത്തു നിന്നും ഒരേപോലെയാണ് വെള്ളം ഒഴുകി വരുന്നത്. ഇവിടെ വെറുതെ വന്നിരിക്കാൻ തന്നെ ഒരു രസമാണ്. കിളികളുടെ സൗണ്ടും ഒഴുകി വരുന്ന വെള്ളത്തിന്റെ സൗണ്ട്. ഈ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി കണ്ടാൽ പിന്നെ എന്ത് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ സമയം ഇങ്ങ് വന്നെത്തി. തിരിച്ചു പോകാൻ സമയമായി. 2 പേരോടും പറഞ്ഞപ്പോൾ മുഖത്ത് വിഷമം വന്നു. വീട്ടിലൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 2 പേരുടെയും മുഖം തെളിഞ്ഞു. പിന്നെ വീട്ടിൽ പോകാനുള്ള തത്രപ്പാടായി. സർപ്രൈസ് എന്താണെന്നല്ലേ, അത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാം. ടാറ്റാ ബൈ, സീ യു.